ഹായ് ഗായ്സ്, വെൽക്കം ടു അവർ ഫസ്റ്റ് വ്ളോഗ്. ഇന്ന് നമ്മൾ എവിടെയാണ് പോണേ? ഇന്ന് നമ്മൾ ദുബായ് മോളിൽ. ഓക്കെ. യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒരുപാട് ട്രാവൽ വീഡിയോസും ട്രാവൽ വ്ളോഗ്സും കാണുന്ന ഒരാളാണ് ഞാൻ. ഈ ബെഡ് ടൈം സ്റ്റോറീസ് എന്ന് പറയുന്നത് പോലെ ഒരു ട്രാവൽ വീഡിയോയോ ട്രാവൽ വ്ളോഗോ കണ്ടിട്ട് ഞാൻ എല്ലാ ദിവസവും രാത്രി കിടന്നുറങ്ങാറുണ്ടായിരുന്നുള്ളൂ. പക്ഷേ എന്തുകൊണ്ടോ ദുബായിലേക്കുള്ള ട്രാവൽ വീഡിയോസൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ദുബായ് ഇതുവരെ എന്നെ മോഹിപ്പിച്ചിട്ടില്ല എന്നതാണ് അതിൻ്റെ പിറകിലൊരു റീസൺ. അതുകൊണ്ട് തന്നെ ദുബായിലെത്തിയ പിന്നെ കണ്ടേക്കുന്ന എല്ലാ കാഴ്ചകളും എനിക്ക് പുതുമ സമ്മാനിച്ചിട്ടുള്ള കാഴ്ചകളാണ്. സിദ്ധു നാട്ടിൽ നിന്ന് വന്ന സമയം തൊട്ട് പറയുന്നതാണ് ആൾക്ക് ബുർജ് ഖലീഫ ഒന്ന് കാണണം എന്ന്. പക്ഷെ ഞങ്ങൾ നാട്ടിൽ നിന്ന് വന്ന ആ സമയം എന്ന് പറയുന്നത് ഇവിടെ ഭയങ്കര തണുപ്പാണ്. അപ്പോൾ ആ സമയത്ത് ഏറ്റവും ബെസ്റ്റ് ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ പുറത്ത് ചുറ്റിക്കറങ്ങുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഞാനെപ്പോഴും പറയായിരുന്നു നമ്മൾക്കൊന്ന് സമ്മർ ആവട്ടെ, എന്നിട്ട് നമുക്ക് ബുർജ് ഖലീഫ കാണാൻ പോവാം. ബിക്കോസ് ബുർജ് ഖലീഫ കാണാൻ പോകുമ്പോൾ എന്തായാലും വി ക്യാൻ നോട്ട് മിസ് ദുബായ് മോൾ, ദ വേൾഡ്സ് ലാർജസ്റ്റ് മോൾ. ഞാൻ ആദ്യമായിട്ട് ഷെയ്ഖ് സയദ് റോഡിൻ്റെ ഈ സ്ട്രെച്ചി കട പോകുന്നത് ദുബായിൽ ലാൻഡ് ചെയ്ത് ഒരാഴ്ചക്കകത്താണ്. അത് ഞാൻ പോകുന്നത് ശരിക്കും ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഞാൻ ദുബായിൽ വന്നിട്ട് ഏതാണ്ട് 8 മാസത്തോളമായി. പക്ഷേ ഇന്നേ വരെ ഷെയ്ഖ് സയദ് റോഡിൻ്റെ ഈ സ്ട്രെച്ച് എന്നെ ബോറടിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമായിട്ട് ഈ സ്ട്രെച്ചി കട പോയപ്പോൾ ഉണ്ടായിരുന്ന എക്സൈറ്റ്മെൻറ്റ് ലെവൽ അതേ ഇൻറ്റൻസിറ്റിയിൽ എനിക്കിത് ഇന്ന് പോകുമ്പോഴും ഉണ്ട്. ഞാൻ എത്ര തവണ ഈ ഒരു സ്ട്രെച്ചിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല. എന്തായാലും അതൊക്കെ അവിടെ ഇരിക്കട്ടെ, നമുക്കിനി കുറച്ച് ദുബായ് മോൾ കാഴ്ചകളായാലോ. അങ്ങനെ ഫൈനലി ദുബായ് മോളിൻ്റെ അകത്തെത്തി. ഇതിൻ്റെ ഇടയ്ക്ക് മോൾ എൻട്രൻസിൻ്റെ അവിടെയും പാർക്കിംഗ് ലോട്ടിൻ്റെ അവിടെയൊക്കെ ഞങ്ങൾ വീഡിയോ എടുക്കാൻ മറന്നു കേട്ടോ. ഈ കാണുന്ന വാട്ടർഫാളിൻ്റെ അവിടെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫോട്ടോ എടുക്കാൻ വെയിറ്റ് ചെയ്തിരിക്കാറ്. ഇത് ദുബായ് മോളിലത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. ഞങ്ങളുടെ ഒറിജിനൽ പ്ലാൻ പുറത്തുനിന്ന് ലഞ്ച് കഴിച്ചിട്ട് ദുബായ് മോളിലേക്ക് വരാമെന്നായിരുന്നു. പക്ഷേ ഓൺ ദ വേ ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചപ്പോൾ എന്തായാലും ദുബായ് മോളിൻ്റെ വ്ളോഗാണല്ലോ ചെയ്യുന്നത്, അപ്പോൾ ദുബായ് മോളിൽ തന്നെയുള്ള നല്ലൊരു സ്പോട്ടിൽ നിന്ന് ലഞ്ച് കഴിക്കാമെന്ന് പിന്നെ വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ബ്ലാക്ക് ടാപ്പ് എന്ന് പറഞ്ഞൊരു ബർഗർ സ്പോട്ടിലാണ് ലഞ്ച് കഴിക്കാൻ ഇന്ന് വന്നത്. ഞങ്ങൾ രണ്ടുപേരും ഫസ്റ്റ് ടൈമാണ് ഇവിടെ നിന്ന് കഴിക്കുന്നത്. പിന്നെ ഈ സ്പോട്ട് പറഞ്ഞപ്പോൾ തന്നെ ഗൂഗിളിലൊക്കെ റിവ്യൂ ഒക്കെ നോക്കിയപ്പോൾ നല്ല റിവ്യൂ ആണ് കണ്ടത്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഈ സ്പോട്ട് തന്നെ ഫിക്സ് ചെയ്തു ഭക്ഷണം കഴിക്കാനായിട്ട്. ഞങ്ങൾക്ക് ആക്ച്വലി ഇവിടുത്തെ ഇൻറ്റീരിയറൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതിൽ സ്പെഷ്യലായിട്ട് ഈ ഒരു കാസറ്റ്സ് ഒക്കെ വെച്ചിരിക്കുന്ന ഈ ഒരു കോർണർ കണ്ടപ്പോൾ ഞങ്ങൾക്കതൊരു നല്ലൊരു ഐഡിയ ആയിട്ട് ഞങ്ങൾക്ക് തോന്നി. ഞങ്ങളെല്ലാവരും വിശന്നിരിക്കണ കാരണം അധികം താമസിക്കാണ്ട് തന്നെ ഫുഡ് ഓർഡർ ചെയ്തു. സ്റ്റാർട്ടേഴ്സായിട്ട് ഞങ്ങൾ ഓർഡർ ചെയ്തത് ബട്ടർ മിൽക്ക് ഫ്രൈഡ് ചിക്കൻ ടെൻഡേഴ്സാണ്. അതിലൂടെ ഈ കാണുന്ന 3 സോസസാണ് കിട്ടിയത്. 3ഉം അത്യാവശ്യം നല്ല ടേസ്റ്റായിരുന്നു. ബ്ലാക്ക് ടാപ്പ് ഇസ് ഫേമസ് ഫോർ ബർഗേഴ്സ്. ഞങ്ങൾ ഏതായാലും 3 ബർഗേഴ്സ് ഓർഡർ ചെയ്തു. ട്രഫിൾ ഹോട്ട് ഹണി ചിക്കൻ, ദ കാരോലീന ബർഗർ, അപ്പം മാത്രമാണ് ബീഫ് ബർഗർ ഓർഡർ ചെയ്തത്, പിന്നെ ക്രിസ്പി ചിക്കൻ ബർഗർ. ഈ വലിയ വലിയ പോഷ് റെസ്റ്റോറൻറ്റ്സിൻ്റെ ഒക്കെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ പകുതി പണി അവർ ചെയ്യുള്ളൂ, ബാക്കി പകുതി പണി നമ്മൾ തന്നെ ചെയ്യണം. അപ്പോൾ എന്തോരം ലെറ്റസ് വേണം, വെജിറ്റബിൾസ് വേണം എന്നൊക്കെ നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ടത്. സോ അതൊക്കെ കട്ട് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള പോർഷൻ വെച്ച് ബർഗർ നമ്മൾ തന്നെ ഉണ്ടാക്കണം. അപ്പോൾ ആദ്യം ബർഗർ ടേസ്റ്റ് ചെയ്തത് അപ്പനാണ്. അപ്പന് ഭയങ്കരമായിട്ട് അപ്പൻ്റെ ബർഗർ ഇഷ്ടപ്പെട്ടു. രണ്ടാമത് ബർഗർ ടേസ്റ്റ് ചെയ്തത് ഞാനാണ്. എനിക്കെൻ്റെ ബർഗർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരുന്നു. ഹണി ഉള്ളതുകൊണ്ട് ഇത്തിരി സ്വീറ്റസ് ആയിട്ടുള്ളായിരുന്നു. ഇവരുടെ കഴിച്ചിട്ടുള്ള എക്സ്പ്രഷൻസൊക്കെ കണ്ടപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കഴിക്കാനായിട്ട്. എന്തായാലും ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ആ ക്രിസ്പി ചിക്കണും ആ വെജിറ്റബിൾസൊക്കെ വെച്ചിട്ട് എല്ലാം സൂപ്പറായിരുന്നു. ഹിയർ കംസ് ദ സ്റ്റാർ ഓഫ് ദ ഡേ, ദ ന്യൂയോർക്കർ മിൽക്ക് ഷേക്ക്.
സിദ്ധുവിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഒരു മിൽക്ക് ഷേക്ക് ഓർഡർ ചെയ്യണമെന്ന്. എന്നാലും ഇത്രയ്ക്കും ഗംഭീരമായിരിക്കും എന്ന് വിചാരിച്ചില്ല. പറയാണ്ടിരിക്കാൻ വയ്യ, ഇറ്റ് വാസ് ഹെവൻ. ആഫ്റ്റർ ആൻ അടിപൊളി മീൽ ഞങ്ങൾ വിചാരിച്ചു പുറത്തുകൂടെ കുറച്ച് നടക്കാം എന്നൊക്കെ. നല്ല ചൂടായിരുന്നു, എങ്കിലും സിദ്ധുവിന് ബുർജ് ഖലീഫ കാണാൻ ഭയങ്കര തിടുക്കമായി. നല്ല വെയിലും ചൂടുമായിരുന്നു പുറത്ത്. പക്ഷേ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കാരണം ഞങ്ങൾ രണ്ടുപേരും പുറത്തിറങ്ങി നടക്കാമെന്ന് തന്നെ തീരുമാനിച്ചു. അങ്ങനെ പുറത്തിറങ്ങി. അവസാനം ദുബായിൽ വന്ന് 8 മാസം കഴിഞ്ഞ് ഞാൻ ബുർജ് ഖലീഫ കണ്ടു. ആക്ച്വലി ഭയങ്കര നല്ലൊരു ഫീലിംഗ് ആയിരുന്നു എനിക്കത്. ഇത്ര നാൾ വെയിറ്റ് ചെയ്തെങ്കിലും അത് കണ്ടപ്പം ഭയങ്കര ഒരു ഹോൾസം ഫീൽ കിട്ടി എനിക്ക്. പിന്നെന്താ പറയുക, അവിടെ നിന്ന് ചെറുപറ ഫോട്ടോ എടുപ്പായി, വീഡിയോ എടുപ്പായി, കുറേ അധികം പോസ് ട്രൈ ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്തു ആ ഈവനിങ്. അമ്മയ്ക്ക് ജോലി ഉള്ളത് കാരണം അമ്മ ഇപ്പോഴാണ് ഞാൻ കൂടെ ജോയിൻ ചെയ്തത്. പിന്നെ വ്ളോഗാന്ന് പറഞ്ഞപ്പോൾ അമ്മ ഓടി. അങ്ങനെ ഞങ്ങളുടെ 2 ഫ്രണ്ട്സ് നിർമ്മലും അബ്ദും ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്തു. ഞാൻ ക്യാമറ നിർമ്മലിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു. ഇനിയുള്ള എല്ലാ വീഡിയോയുടെ ഉത്തരവാദിത്വം നിർമ്മലിനായിരിക്കും. സോ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ഇവിടെ എടുത്ത് ഞങ്ങൾ പതുക്കെ അഗെയിൻ ഇൻഡോർ പോവുകയാണ്. സോ കമാൺ. നമ്മളിപ്പോൾ ചെന്ന് നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞത് വൺ ഓഫ് ദ മോസ്റ്റ് അട്രാക്റ്റീവ് പ്ലേസ് ഇൻ ദുബായ് മോൾ, ദ ദുബായ് അക്വേറിയം. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ സമയം പോകുന്നതേ നമ്മളറിയില്ല. ഇതിങ്ങനെ കണ്ട് നിൽക്കാനായിട്ട് ഭയങ്കര ഭംഗിയാണ്. There are quite some number of species and in different colors. ശരിക്കും മനസ്സിന് തന്നെ ഭയങ്കര ഒരു സമാധാനം തരുന്നൊരു സ്പോട്ടാണിത്. ഇതിനൊരു അണ്ടർ വാട്ടർ സൂം കൂടി ഉണ്ട്. സോ ഈ ദുബായ് അക്വേറിയം ആൻഡ് അണ്ടർ വാട്ടർ സൂവിൽ കയറാനായിട്ട് ഓൺലൈനിൽ ഇറ്റ്സ് 150 dirhams. ദുബായ് അക്വേറിയത്തിൻ്റെ തൊട്ട് പുറകിലാണ് ക്യാൻഡിലീഷ്യസിൻ്റെ ഒരു സ്റ്റോർ ഉള്ളത്. അപ്പോൾ ഞങ്ങളത് കണ്ടപ്പോൾ അവിടെ ഒരു ചേട്ടൻ ഈ ക്യാൻഡി ഫ്രഷായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒന്നാമത് അവിടെ കയറി അതൊന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ഓടി വന്നത് ആ ക്യാൻഡി ഉണ്ടാക്കുന്ന കാണാനായിട്ടായിരുന്നു. അപ്പോൾ ആ ചേട്ടൻ്റെ അവിടെ ആരോ ഓർഡർ ചെയ്തിട്ട് അവർക്ക് വേണ്ടി ക്യാൻഡി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ കസ്റ്റമൈസ് ചെയ്ത് നമ്മുടെ ഓർഡറിനനുസരിച്ച് അവർ ക്യാൻഡി ഉണ്ടാക്കി തരുമെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. ഞങ്ങൾക്ക് ക്യാൻഡി വാങ്ങിക്കാൻ പ്ലാനൊന്നുമില്ലെങ്കിലും അവരുടെ അട്രാക്റ്റീവായിട്ടുള്ള കളർ കോമ്പിനേഷൻസൊക്കെയാണ് ഞങ്ങളെ ഈ സ്റ്റോറിൻ്റെ ഉള്ളിലേക്ക് എത്തിച്ചത്. പിന്നെ ഭയങ്കര പ്ലസൻ്റായിട്ടാണ് അവിടുത്തെ എല്ലാ സ്റ്റാഫ്സും നമ്മുടെ അടുത്ത് ഇങ്ങോട്ട് വന്ന് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അപ്പം അതൊക്കെ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുറച്ച് നേരം ക്യാൻഡി ഉണ്ടാക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ക്യാൻഡിലീഷ്യസ് സ്റ്റോറിൻ്റെ അകത്തേക്കൊന്ന് കയറി.
നമ്മുടെ പല കാർട്ടൂൺ ക്യാരക്ടേഴ്സിൻ്റെയും ഷേപ്പിലുള്ള ബാഗുകൾ, പേഴ്സ്, ബലൂൺസ്, ടോയ്സ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ അവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. ഞാൻ ഭയങ്കര ഒരു മിനിയൻ്റെ ഫാനാണ്. അവിടെ ഈ മിനിയൻ്റെ ഷേപ്പിലുള്ള പെൻസിൽ, നോട്ട് പാഡ് എല്ലാം അവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സ്റ്റോറായിരിക്കും. പിന്നെ മനസ്സിൽ കുട്ടിത്തം കൊണ്ട് നടക്കുന്ന ഞങ്ങളെപ്പോലുള്ളവർക്കും എന്തായാലും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഈ സ്റ്റോറിൽ കയറുന്നത്. ഞങ്ങളങ്ങനെ കാൻഡിലീഷ്യസ് സ്റ്റോറിൽ നിന്ന് ഇറങ്ങി കുറച്ചുകൂടെ നടന്നപ്പോൾ ഒരു ബെറ്റർ സ്പോട്ട് കിട്ടി. മീനുകളെ കുറച്ചുകൂടെ അടുത്ത് കാണാൻ പറ്റുന്നൊരു സ്പോട്ട് കിട്ടി. അപ്പോൾ ഞങ്ങൾ അവിടെ കുറച്ച് നേരം ഇങ്ങനെ നിന്നു, കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ നേരത്തെ കുറച്ച് ദൂരെ കണ്ട മീനുകളൊക്കെ കുറച്ചുകൂടെ അടുത്ത് കാണാൻ പറ്റി. പിന്നെ പൈസ കൊടുത്ത് ഇതിൻ്റെ അകത്ത് കയറിയ ആൾക്കാർ എങ്ങനെയാണ് കാണുന്നത് അതൊക്കെ കാണാൻ പറ്റി. അടുത്തൊരു സ്പോട്ട് എന്ന് പറയുന്നത് ദുബായ് മോളിൽ വരുന്ന എല്ലാവരും മറക്കാതെ പോകുന്നൊരു സ്പോട്ടാണ്. അതെന്താണെന്നല്ലേ, എല്ലാവരും ഒന്ന് കണ്ടു നോക്ക്. ഈ വാട്ടർ ഫൗണ്ടൻ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും പല മൂവീസിലായിട്ട് നിങ്ങൾ എന്തായാലും ഇത് കണ്ടു കാണും. ഈ വീഡിയോയിൽ എന്തായാലും ഇവരെ കാണിക്കാതെ ഇരിക്കാൻ പറ്റില്ല, മൈ ഫാമിലി. സോ ഇതാണ് ദുബായ് മോളിലെ ചൈന ടൗൺ. ഇതിൻ്റെ അടുത്ത് തന്നെ കുറേ ചൈനീസ് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ഇവിടുത്തെ ലൈറ്റിംഗ് ഒക്കെ ഭയങ്കര രസമാണ് കാണാനായിട്ട്. ഞങ്ങൾ കുറേ ഫോട്ടോസ് എടുത്തു. ഇത് ദുബായ് സിറ്റിയുടെ ഒരു 3D മാപ്പാണ്. അപ്പോൾ ഇത് ദുബായ് മോളിൻ്റെ ഉള്ളിൽ അവർ ചെയ്തു വെച്ചേക്കുന്നതാണ്. ഞങ്ങളിപ്പോഴും ദുബായ് മോളിൻ്റെ പകുതി പോലും കവർ ചെയ്തിട്ടില്ല. ഇനി ഒരു 2-3 തവണ വന്നാലായിരിക്കും ഈ ദുബായ് മോൾ ഫുള്ളായിട്ട് കവർ ചെയ്യാൻ പറ്റുള്ളൂ. എന്തായാലും ഇന്നത്തെ ഒരു ദിവസം അടിപൊളിയായിരുന്നു. ഇവരുടെ കൂടെയുള്ള സംസാരവും നടത്തവും പിന്നെ ഫുഡ് കഴിക്കലും പിന്നെ കുറച്ചധികം നല്ല സ്ഥലങ്ങളൊക്കെ ആയിട്ട് അടിച്ചു പൊളിച്ചു. എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അപ്പോൾ എനിവേസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ.